കൊള്ളാം. പാർട്ടിക്ക് ഭാവനയുണ്ട്, അതും പൂവിനകത്ത്. പുരുഷന്മാരുടെ ഒരു കാണാപ്പാടമാണല്ലോ ഈ പ്രയോഗം. എങ്കിലും നീ ഇത് വാങ്ങിക്കളഞ്ഞല്ലോടി. നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു ഒരാൾ തന്നിരിക്കട്ടെ, നീ ആണെങ്കിൽ എന്ത് ചെയ്യും? ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തു, ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുകൂടി ചേർത്താൽ ഉത്തരം ഈസി. ഞാനാണേലും വാങ്ങും. എങ്കിലും പെട്ടെന്ന് അങ്ങനെ വാങ്ങാൻ പാടില്ലായിരുന്നല്ലേടി? ഒരിക്കലും പാടില്ലായിരുന്നു. അയാൾ വെച്ച് നീട്ടി, നീ വാങ്ങി. ഇതിലെന്താടി ഒരു ത്രില്ല്? ഞാനായിരുന്നെങ്കിൽ അയാളെ ചുരുങ്ങിയതൊരു 50 പ്രാവശ്യമെങ്കിലും നടത്തി വായി വരുന്നതെല്ലാം പറഞ്ഞ് ആളൊരു പരുവമാവുമ്പോ പതുക്കെ തുടങ്ങും. ആദ്യം ഒരു ചിരി, കിക്കിക്കുന്നല്ല, ചുണ്ടിൽ മാത്രം. പിന്നെ പറയണോ, എതിർപക്ഷത്തിന് അത് മതി. ഊണില്ല, ഉറക്കമില്ല, കുളിയില്ല, ജപമില്ല, കണ്ണിലും മനസ്സിലും ഞാൻ മാത്രം. അങ്ങനെ ആദ്യം നമ്മൾ സ്ത്രീകൾക്ക് ഒരു വിലയുണ്ടെന്ന് വരുത്തുക. പിന്നെ പ്രേമം, വിവാഹം. സമ്മതിച്ചോ? അല്ല, സമ്മതിച്ചോന്ന്? ഇത് പാക്ക് ചെയ്യൂ. ആരാ ബില്ല് പേയത്? ഞാനാണ്. കുറച്ചുകൂടെ അന്തസ്സായി പെരുമാറൂ പ്ലീസ്. എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ഒരു പൂ വാങ്ങിയെന്ന് കരുതി എന്തു ആകാമെന്നാണോ? ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ? എന്നെ എങ്ങനെ ഇഷ്ടപ്പെടണ്ട? അല്ല, ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതെന്തൊരു പാടാണ്. അനി അനി പ്ലീസ് ഒന്ന് പതുക്കെ പറ. നമ്മൾ തമ്മിൽ അടിവെച്ചാൽ ആള് വന്ന് വിചാരിക്കും. ഗുഡ് മോർണിംഗ് ട്യൂബർ ആൻഡ് ട്യൂബർ. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിരിയും അനുരാഗവതി നിൻചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധിയോളങ്ങൾ ശ്രുതിയിട്ടു. നിൻ മനോരാജ്യത്തിൻ നീലക്കടമ്പിൽ നീ എന്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു. എന്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു, സഖി കെട്ടിയിട്ടു. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിരിയും. അറിഞ്ഞുണ്ട് സർ, സം ക്രോസ് കണക്ഷൻ. ക്രോസ് കണക്ഷൻ? അതെ. അതായത് ലൈനിനു മേലെ ലൈൻ. ഈ കണ്ണും കവളും ചൊടിയും കാണുമ്പോ വയലാറിനാണ് ഓർമ്മ വരുന്നത്. എന്താ എന്നോട് സ്നേഹത്തോടെ ഒരു വാക്കുപോലും പറയാത്തത്? സ്നേഹം പ്രകടമാണെങ്കിലല്ലേ സ്നേഹിക്കപ്പെടാനാവും. തിരിച്ചു സ്നേഹിക്കാൻ കഴിയാഞ്ഞിട്ടില്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടുമല്ല.
ഈ ലോകത്ത് ബന്ധുക്കളായ സ്വന്തക്കാരായോ എനിക്കാരുമില്ല. നിങ്ങളൊക്കെ പണക്കാർ. നിസ്സാരമെന്ന് പറഞ്ഞ് കണ്ണടച്ചാൽ നഷ്ടപ്പെടുന്ന എന്റെ ജീവിതമാണ്. അനാഥ എന്നെ വെറുതെ വിടൂ പ്ലീസ്. ആനി, ഞാൻ ഓഫീസ് വഴിക്കാണ്. വിരോധമില്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. ബസ് വരേണ്ട സമയമായി. ബുദ്ധിമുട്ടണമെന്നില്ല. ഓ, എന്ത് ബുദ്ധിമുട്ട്? സന്തോഷമുള്ള കാര്യമല്ലേ? അല്ല, എന്നെ ഡ്രൈവറാക്കുവാണോ? ഇന്നലെ ഞാൻ അശേഷം ഉറങ്ങിയിട്ടില്ല. എവിടെ കിടന്നാലും എല്ലാം മറന്നുറങ്ങുന്നയാളാ ഞാൻ. ഇന്നലെ ആനി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നേരം വെളുപ്പിച്ചു. തുറന്നു പറഞ്ഞതുകൊണ്ട് നഷ്ടപ്പെടാനൊന്നുമില്ല. മിച്ചം ലാഭമാണെങ്കിൽ. ആനി പറഞ്ഞതുപോലെ ഈ ലോകത്ത് ആരുമില്ലാത്തവനാണ് ഞാൻ. ആരുമില്ലാത്ത രണ്ടുപേരൊന്നു ചേരുമ്പോൾ രണ്ടുപേർക്കും പറയാൻ ആരെങ്കിലും ആയില്ലേ? ജീവിച്ചു പോകാൻ അല്ലറ ചില്ലറ മാർഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ സ്വന്തമെന്ന് പറയാൻ ഒരാളായ സ്ഥിതിക്ക് നമുക്ക് സ്നേഹിച്ചു തുടങ്ങാം, അല്ലേ? അല്ല, ഞാൻ സ്നേഹിച്ചു തുടങ്ങിയെന്ന് പറയുകയായിരുന്നു. ഇത് ഇങ്ങനെയൊന്നും അല്ല പറയേണ്ടത്. എനിക്കറിഞ്ഞൂടാ. ഒരു കാര്യം പറഞ്ഞാൽ ഒന്നും വിചാരിക്കരുത്. വളരെ കുറച്ച് പരിചയമുള്ള ഒരാൾ പെട്ടെന്ന് പറഞ്ഞുവെന്ന് കരുതി തള്ളിക്കളയുകയും അരുത്. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. മനസ്സിൽ വയ്ക്കാൻ ഇപ്പൊ ഇത്രമാത്രം. ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ, രക്ഷിക്കാൻ എനിക്ക് കഴിയും. മനസ്സിൽ വയ്ക്കാൻ പറഞ്ഞാണ്. സഹതാപം കൊണ്ടല്ല, ഇഷ്ടം കൊണ്ട്. മറുപടി രണ്ടായാലും എനിക്ക് ആനെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇനി എന്ത് ചെയ്യണം? ഒരു പെൺകുട്ടിയെ രക്ഷിക്കും, സ്നേഹിക്കാൻ കഴിയുമെന്ന് ആളൊരു പൊടി ഡയലോഗ് വിരുദ്ധനാണല്ലോ. കൊള്ളാം. ചെറുക്കൻ സീരിയസ് ആണെന്ന് തോന്നുന്നു. ആട്ടെ, നീ എന്ത് പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞില്ല. മൗനം സമ്മതമാണെന്നാ? ഏതായാലും ചാൻസാ. ഉടുമ്പ് പിടിക്കുന്ന പോലെ പിടിച്ചോ. ഇല്ലേ, വിടണ്ട. പോരെങ്കിൽ നീ ആരുമില്ലാത്തവളാ. അയാൾ പറഞ്ഞതുപോലെ ആരുമില്ലാത്തവർ ഒന്നു ചേരുമ്പോൾ രണ്ടുപേർക്കും ആരെങ്കിലും ആവില്ലേ? ധൈര്യമായി കാണിച്ചോ. പച്ചക്കൊടി.
ജീവിച്ചിരിക്കുന്ന ആനിക്ക് വേണ്ടി ഞാനത് വാങ്ങിച്ചു. ഒരു വ്യത്യാസം മാത്രം. ഷാജഹാൻ മാർബിളിൽ കൊത്തിവെച്ചപ്പോൾ ഞാനത് മധുരത്തിൽ കൊത്തിച്ചു. ഇനിയെങ്കിലും പറയും എന്നോട് പ്രേമമാണെന്ന്. ശരി, സ്നേഹമാണെന്ന് പറയും. ഇഷ്ടമാണെന്നെങ്കിലും ഒന്ന് പറയും. Sir? Have you fully typed? Yes, sir. You love me? Yeah? ആവശ്യമില്ലാത്ത എന്തിനാ നോക്കുന്നേ? മേരി സപ്പനോं की റാണി വലിയ തുള്ളിച്ചാട്ടം എങ്ങനെ തുള്ളിച്ചാടായിരിക്കും? നമ്മുടെ വിവാഹോത്സവല്ലേ? കല്യാണ കസവ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. നിന്റെ ഈ മുല്ലപ്പൂവിന്റെ സുഗന്ധം ആ ദിവസം എനിക്ക് ഇന്നലെ കഴിഞ്ഞ പോലുണ്ട്. 4 പെറ്റാൽ എന്താടി പെണ്ണെ? നീ 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 ഇന്നും എനിക്ക് നവോദയല്ലേ? ഇതാ എക്സ്ക്യൂസ് മീ, മിസ് ആനി അകത്തുണ്ടോ? ഇല്ല, പുറത്തു പോയി. കുട്ടി എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇവിടുത്തെ തൂപ്പുകാരിയാണ്. കുറച്ച് സാധനങ്ങൾ തന്നാൽ ആനി ഏൽപ്പിക്കാം. ഡാനിയൽ സാർ തന്നാണെന്ന് പറയണം. ശരി സാർ. നമുക്ക്
ചിൽഡ്രൻസ് പാർക്ക് വഴി നടന്നങ്ങ് പോവാം. ആനി ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ? ദേ ഡാനിൽ സാർ തരാൻ പറഞ്ഞു. കണ്ടോ കണ്ടോ, 2 SR കൂടുതൽ പറഞ്ഞാലെന്താ? ആനുകൂല്യങ്ങൾ കിട്ടി തുടങ്ങിയേ. ഉഷേ, നീ ദേഷ്യപ്പെടാതെ സാധനം വാങ്ങ്. ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം.